ഹലോ കൂട്ടുകാരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചെടുത്തതാണ്. എന്നാലും മുഴുവനായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, എടുക്കാൻ പറ്റിയിട്ടില്ല മുഴുവനായിട്ടൊന്നും. കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, എന്നാലും ഒരുവിധമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടേ. അന്നേരം രാവിലെ ഇതാ ഇഡ്ഡലി സാമ്പാറുമാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്. അന്നേരം ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, ചോറിന് വെള്ളം വെച്ചു. പണിക്കാരുണ്ടാവും എന്ന് വിചാരിച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. അന്നേരം പണിക്കാരില്ല. സാമ്പാർ കഷ്ണം ഞാൻ തലേന്ന് രാത്രി തന്നെ വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് പരിപ്പൊക്കെ ഇട്ട് ഒരു വിസിലടിച്ച് വെക്കും കേട്ടോ. എന്നാൽ രാവിലത്തേക്ക് എളുപ്പമാവും, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ ഉപ്പും മുളകെല്ലാം പിടിക്കുകയും ചെയ്യും, കുഴപ്പമുണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇന്നാണ് കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ, രണ്ടാൾക്കും വയറിന് ചെറിയൊരു വേദന. അന്നേരം രണ്ടാളും സ്കൂളിൽ പോയിട്ടില്ല. ചക്കുവിനെ ലേശം നേരെ ഉണ്ടായിരുന്നുള്ളൂ, ചക്കു പിന്നെ പോയി. ഞാൻ പിന്നെ പേടിച്ച് വിട്ടില്ല കേട്ടോ. പിന്നെ ചോറിന് വെള്ളം ആദ്യമേ വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിൽ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ചോറിന് വെള്ളം ചൂടായി. അരി അടുപ്പത്ത് ഇടുകയാണ് കേട്ടോ. റേഷനരി ഈ മാസത്തെ റേഷനരി വേഗം കേട്ടോ, 2 തിള തിളയ്ക്കുമ്പോഴത്തേക്കും ചോറ് വേഗം ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് രാവിലത്തേക്ക് ഒരു സമാധാനമാണ് കേട്ടോ, വേഗം ചോറ് വേകുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അരി അടുപ്പത്ത് ഇടുന്ന നേരം പൊന്നൂസ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവളോട് ഓരോ വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അരി അടുപ്പത്ത് ഇടുന്നത്. അത് അരി കഴുകി ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ എടുത്ത് രാത്രിക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലും കഴുകൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെയും വെള്ളം എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരേണ്ടി കൊണ്ടാണ്. അതിൽ വെള്ളം ലേശം എടുത്തിട്ട് അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ പച്ചമുളക് ഉള്ളി എന്തെങ്കിലുമൊക്കെ കഴുകണമെങ്കിൽ വെള്ളത്തിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരണം. അന്നേരം സാമ്പാറിനുള്ള തേങ്ങ പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ചിട്ടാണല്ലോ നമ്മളെന്നും സാമ്പാർ വെക്കില്ല. നമ്മൾ തേങ്ങ വറുക്കാത്ത സാമ്പാർ നമ്മളെ വീട്ടിൽ ഉണ്ടാവലില്ല. നേരെ രാത്രി നമ്മളിങ്ങനെ സാമ്പാർ കഷ്ണമൊക്കെ വേവിച്ച് വെക്കുമ്പോൾ എന്താ പറയുക, രാവിലെ അത് വൃത്തിയാക്കുന്ന സമയവും അരിയണയും വേകുന്നതൊക്കെ സമയം നമുക്ക് വേഗം ലാഭം കിട്ടും ചെയ്യും. പിന്നെ കഷ്ണത്തിലൊക്കെ ഉപ്പും മുളകും പിടിക്കുകയും ചെയ്യും. അതാണ് ഞാൻ കാണുന്നൊരു എളുപ്പപ്പണി കേട്ടോ സാമ്പാർ വെക്കുമ്പോൾ. അല്ലെങ്കിൽ എനിക്ക് തേങ്ങ വറുത്തരക്കൽ, ഇത് വാട്ടൽ, നമ്മളെ വഴുതനങ്ങി വെണ്ടയ്ക്കൊക്കെ വാട്ടൽ, ഇതൊക്കെ ആകുമ്പോൾ എനിക്ക് കുറേ സമയം പിടിക്കും കേട്ടോ സാമ്പാറിന്. കുഞ്ഞാപ്പ് എണീറ്റ് വന്നിട്ടുണ്ട്, പൊന്നൂസ് എണീറ്റ് വന്നിട്ടുണ്ട്. ശ്യാമാട്ടൻ ഇതാ പണിക്ക് പോകാൻ സമയമായി കേട്ടോ. ശ്യാമാട്ടൻ 6:45 പോകും കേട്ടോ. റാട്ടയിൽ അപ്പോൾ ഇവിടെ ഫാക്ടറിയിലായതുകൊണ്ട് നേരത്തെ പോകും. അല്ല, കുഞ്ഞാപ്പുക്കുട്ടി തേങ്ങ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചു, പക്ഷെ അവൾ കുടിച്ചിട്ടില്ല. എനിക്ക് തന്നെ തിരിച്ചു തന്നു കേട്ടോ. അവൾക്ക് രാവിലെ എണീച്ചപ്പോൾ തന്നെ ഭയങ്കര ഷാഡിയും കാര്യങ്ങളായിരുന്നു. എടുക്ക് എന്നിട്ട് എൻ്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോസ് എടുക്കലൊക്കെ കണക്കാണ്, എടുക്കലൊന്നും നടക്കില്ല എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് സമാധാനമായി. പിന്നെ പറഞ്ഞാൽ ഞാൻ ഈ വോയിസ് ഇടുന്ന സമയത്ത് ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം ഷീറ്റിൽ വെള്ളം വീഴുന്ന ഒച്ചകൾ കേൾക്കുന്നുണ്ടാവും. അത് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ഇന്നലത്തെ ചിക്കൻ കറി ലേശം ഉണ്ടായിരുന്നു, അന്നേരം അതൊന്ന് ചൂടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. സാമ്പാർ കഷ്ണം അതാ അടുപ്പത്തേക്ക് വെച്ചിട്ടില്ല കേട്ടോ. ഇനി അതിപ്പോൾ നമുക്കെല്ലാം കൂട്ടിയിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. തേങ്ങ വറുത്തരയ്ക്കുക, നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക, എന്നിട്ട് പൊടിയൊക്കെ ചൂടാക്കി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളല്ല വേഗം വേഗം അരിയാ പറഞ്ഞിട്ടുണ്ടായില്ല, അതുകൊണ്ട് ചോറ് വേഗം റെഡി ആയിട്ടുണ്ട്. അതിൽ ചോറ് ഊറ്റി വെക്കുകയാണ് കേട്ടോ. അത് ചോറ് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളവും കൂടെ അടുപ്പത്തങ്ങ് തിളപ്പിക്കും. ആ ഒരു 2-3 കാര്യങ്ങളാണ് നമ്മൾ ഗ്യാസിലിപ്പോൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. ചോറും കുടിക്കാനുള്ള വെള്ളവും കുഞ്ഞാപ്പൂന് കുളിക്കാനുള്ള വെള്ളം, ഇതൊക്കെയാണ് ഇപ്പോൾ അടുപ്പിൽ വെക്കൽ കേട്ടോ. ബാക്കിയൊക്കെ ഗ്യാസുമ്മ തന്നെയാണ്. ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം അടുപ്പിൻ്റെ മുകളിൽ തന്നെയായിരിക്കും കേട്ടോ. അല്ല, സാമ്പാർ ഏകദേശം റെഡിയായി തിളച്ച് വരുന്നുണ്ട്. നമ്മളെ ഇഡ്ഡലിക്കുള്ള മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 തട്ടിലടിയിൽ ഒഴിച്ചിട്ടുണ്ട്. മുകളിലത്തെ തട്ടിലാണ് ഞാൻ എടുത്തത്, കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. കുട്ടികൾ എണീറ്റില്ല. അതായത് സ്റ്റാൻഡിൽ വെക്കാനും ഇങ്ങോട്ടേക്ക് വെക്കുമ്പോൾ ക്ലിയർ കുറവ് പോലെ തോന്നുന്നുണ്ട്. അതായത് ഞാൻ വിചാരിച്ചെന്നാൽ കയ്യിൽ തന്നെ പിടിക്കുക വിചാരിച്ചിട്ട് കയ്യിൽ തന്നെ പിടിച്ചിട്ട് അങ്ങോട്ട് എടുക്കാം കേട്ടോ. ദൂരം വെക്കുമ്പോൾ ഒരു ക്ലിയർ കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. ഇഡ്ഡലി അടുപ്പത്ത് ഒഴിച്ചിട്ട് ഞാൻ ഇതാ കേബേജിന് അരിഞ്ഞ് വെച്ചിട്ടോ. കേബേജ് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിട്ട് തലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. കേബേജും കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വിഷം അടിച്ചിട്ടാണ് വരുന്നത്. അന്നേരം കുറച്ച് നേരം വിനാഗിരി ഉണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മനസ്സിന് വിശ്വാസത്തിന് അങ്ങ് വെക്കുക. ഇതൊക്കെ ഇട്ടിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും വെക്കുക, നമ്മളൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അന്നേരം ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. 3 തട്ടിലായിരുന്നു വെച്ചിട്ടുണ്ടായ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ രാത്രി അരച്ച് വെച്ച മാവില്ലേ, രാവിലെ ആകുമ്പോഴത്തേക്കും തിളച്ച് നിന്ന് പതച്ച് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ തണുപ്പായതുകൊണ്ട് ഒന്നുമില്ല, തണുപ്പായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, അതിൻ്റെ മുകളിൽ കുക്കർ സാമ്പാർ കഷ്ണമൊക്കെ വേവിച്ച് അതിൻ്റെ കുക്കർ ലേശം ഒന്ന് തണുത്തപ്പോൾ ആ കുക്കർ കയറ്റിയിട്ട് നമ്മളെ മാവിൻ്റെ മുകളിലങ്ങ് വെച്ച് ചൂടോടെ ഇരുന്നോട്ടെ, എന്നാൽ നല്ലോണം വേഗം ആവുമല്ലോ വിചാരിച്ചിട്ടോ. അതാണെങ്കിൽ നന്നായി പുറത്തേക്കൊക്കെ മറിഞ്ഞ് മേശ നിറച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചു. അതൊക്കെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വാരി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകണം. കുടിക്കാനുള്ള വെള്ളം ഏകദേശം തിളയ്ക്കാനായിട്ടുണ്ട് കേട്ടോ. അന്നേരം അതിന് പോയിട്ടൊന്ന് തീ കത്തിച്ചിട്ട് വന്നാണ്. പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് മേശയൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം പുതപ്പൊക്കെ മടക്കിയിടണ്ടായിരുന്നു, അതൊക്കെ മടക്കിയിട്ടു. പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് കേട്ടോ. എപ്പോഴും ഈ ചിലന്തി വല ഉണ്ടാവും, മണ്ണാവല എന്നൊക്കെ പറയില്ലേ, ചിലന്തി വല അങ്ങനെയാണ് എല്ലാ നാട്ടിലും പറയാമെന്ന് എനിക്കറിയില്ല. അത് എപ്പോഴും ഉണ്ടാവും കേട്ടോ. തേക്കാത്തതുകൊണ്ട് നമ്മളൊന്ന് മുകളിലേക്ക് തട്ടുമ്പോഴത്തേക്കുള്ള പൊടികൾ തേച്ച് താഴേക്ക് വീഴും കേട്ടോ.
ഒരകവും മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി നേരെ മുറ്റടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ചാടി. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തു തരാൻ ആളുണ്ടല്ലോ വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനെ അങ്ങ് പോട്ടെ വിചാരിച്ചു. ഇല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ ചക്കര പോണതിന് മുന്നേ എല്ലാം പിടച്ച് ചെയ്യണം. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഒന്ന് പതുക്കനെയാണ് കേട്ടോ ചെയ്യുന്നത്. വലിയ പിടപ്പൊന്നുമില്ല, കുട്ടികളുണ്ടല്ലോ അന്നേരം ആർക്ക് പോകുമൊന്നും വേണ്ടല്ലോ, സാവകാശം ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ശ്യാമേട്ടൻ രാവിലെ ഒന്നും കഴിക്കുകയൊന്നുമില്ല, അത് ബ്രെഡോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചായയും കുടിച്ചിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ ഇതാ അടിച്ചു വാരൽ കഴിഞ്ഞപ്പോൾ നേരെ അലക്കാൻ അങ്ങോട്ട് വന്നു. അലക്കൽ ഇതാ ഇന്നിപ്പോൾ കുറേ അലക്കാണ്ട്. കാരണം എന്താ വെച്ചാൽ മെഞ്ഞാന്ന് വൈകുന്നേരം മഴ പെയ്തിട്ട് എനിക്ക് അലക്കാൻ വരാൻ പറ്റിയിട്ടില്ല. പുഴയിലെ വെള്ളമാകെ കലങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ തുണി കൂട്ടി വെക്കലേ ഇല്ല കേട്ടോ. എനിക്ക് അന്നന്നത്തെ തുണി അന്നന്ന് തന്നെ എനിക്ക് അലക്കണം. അലക്കിയിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അന്നേരത്തെ ഞാൻ വേവേ അലക്കിയിടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറുക്കാൻ ഇതാ കൂവപ്പൊടി അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അന്നേരം പൊന്നൂസിനോട് ചക്കരേനോട് നോക്കണം പറഞ്ഞിട്ടുണ്ടായി. അന്നേരം കൂവപ്പൊടി നമ്മളെ വയറ് തണുക്കാനും വയറിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കൂവപ്പൊടി ഇങ്ങനെ കാച്ചിയിട്ട് കുടിക്കണം. അന്നേരം കുട്ടികൾ ഇതാ ലേശം പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് അവർ കുടിക്കണം. ഉപ്പിട്ടിട്ടോ അല്ലാണ്ടോ എങ്ങനെ വേണമെങ്കിൽ കുടിക്കുക കേട്ടോ. വയറ്റിന് നല്ലതാണ് കൂവപ്പൊടി കഴിക്കുന്നത്. നമ്മളെ പ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് ശരീരത്തിന് ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നുവാണെങ്കിൽ കൂവപ്പൊടി ഇട്ടിട്ട് വെള്ളം കാച്ചിയിട്ടും കുറുക്കിയിട്ടൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ കുട്ടിയൊക്കെ അത് കുറുക്കിയിട്ട് കൊടുത്തു. രണ്ടാൾക്കും കുഞ്ഞാപ്പ് ലേശം കുടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഞാനിത് അലക്കിയതൊക്കെ നേരെ ആറിയിടാൻ പോവാണ്. അത് കുട്ടികളാണ് കേട്ടോ. കൂവപ്പൊടീൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവർ. ഞാനത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നേരെ ഇതാ കുറച്ച് ശ്യാമേട്ടൻ്റെ മുണ്ടൊക്കെ കട്ടേൻ്റെ പണിയെടുത്തിട്ട് ഫുള്ള് മണ്ണായിരുന്നു കേട്ടോ. പോകുന്നതന്നെയല്ലേ കട്ടേൻ്റെ ചെളി മണ്ണ് പിടിച്ചിട്ട് ഫുള്ള് ചെളി മണ്ണായിരുന്നു കേട്ടോ. കുറേ തിരുമ്പിയിട്ടാണ് അത് ഏകദേശം ഒന്ന് വെളുത്ത് കിട്ടിയത് കേട്ടോ. എന്നിട്ട് പോയിട്ടൊന്നുമില്ല, അതിന് പണി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ മുണ്ടങ്ങനത്തെ മുണ്ടുകളിൽ ചെളിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പോകാൻ. നേരെ നല്ല മഴ മൂടലുണ്ട് കേട്ടോ. വെയിലിങ്ങനെ എറിച്ച് വരുന്നേ ഉള്ളൂ. എന്നാലും കൊണ്ടങ്ങോട്ട് ഇട്ടു. കുറച്ച് നേരം ഒന്ന് വെയിൽ എറിച്ചു കേട്ടോ. ഒന്ന് വാടി കിട്ടുമ്പോഴത്തേക്ക് തന്നെ വെയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളത് മാത്രം തുണിയല്ല കേട്ടോ, അനിയൻ്റെ വരെ തുണിയുണ്ട്. എല്ലാവരും കൂടെ അവിടെ അങ്ങനെ അറിയിടും. മൊത്തത്തിലാണ് അറിയിടൽ കേട്ടോ. അതിലുള്ള സ്ഥലത്ത് എല്ലാവരും കൂടെ ഒപ്പിച്ച് അറിയിടും. താഴെ ഇട്ടാൽ തീരെ വെയിലിന് ചൂട് തട്ടൂല. അതിലുള്ള സ്ഥലം ഇത്രയേ ഉള്ളൂ. ചെടീൻ്റെ മുകളിലിട്ട് അവർ ചീത്ത പറയും, ഞാൻ കാണൂല എന്ന് ചോദിച്ചാൽ ആ ചെരുവിൽ 2 തുണി ഇട്ടാണ് കേട്ടോ. എല്ലാവരും കൂടെ ആറിയിടുമ്പോൾ നമുക്ക് അഴലിൽ സ്ഥലം ഉണ്ടാവില്ല ആറിയിടാൻ. പിന്നെ വെയിലിൻ്റെ മുകളിലൊക്കെ വെയിൽ വീശാത്തതുകൊണ്ട് തന്നെ തുണി ആറിയിടാൻ ഭയങ്കര പാടാണ്. വെയിലൊക്കെ വീശണമെങ്കിൽ ഒന്നിൽ അച്ഛനോ ഏട്ടനോ ആരെങ്കിലും വിചാരിക്കണം, എന്നാലേ നമ്മളെ വെയിലൊക്കെ വീശൽ നടക്കുള്ളൂ. പിന്നെ നേരെ വന്നത് ആ പാത്രം കഴുകാണ്. പാത്രമൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പോയത്. പാത്രം കുറേ ഉണ്ട് കഴുകാൻ. ഇത് രാവിലത്തെ മാത്രമാണ് കേട്ടോ, രാത്രിക്കാലത്തെ അല്ല. രാത്രിക്കാലത്ത് അപ്പം തന്നെ കഴുകി വെക്കും. രാവിലത്തെ മാത്രമാണ് ഇപ്പോൾ അത്. പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. ഞാൻ ഇത് ചായ കുടിക്കുകയാണ്. ഞാൻ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കേട്ടോ ചായ കുടിച്ചത്, ഇഡ്ഡലി കഴിച്ചത്. പിന്നെ എടുത്തത് ഉച്ചക്കലത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചോറ് തീറ്റി ലൈവ് ഇടലും വീഡിയോസ് എടുക്കലും അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല. അതിനുശേഷം പിന്നെ വൈകുന്നേരം ഉച്ചൻ്റെ ശേഷമുള്ള വീഡിയോ ആണ്. കുഞ്ഞാപ്പൂനെ കുളിപ്പിച്ച് ഉറക്കി ഞാൻ ഇതാ കുളിക്കാൻ വേണ്ടി പോവാണ്. മഴ നന്നായിട്ട് ചാറുണ്ട് കേട്ടോ. അന്നേരം കുട്ടികളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളെ 2-3 കുളി കഴിഞ്ഞു. കുഞ്ഞാപ്പ് ഉറങ്ങി. അവർ 2 ഇവിടെ ഉണ്ട് കേട്ടോ. അന്നേരം ഇനി അവരതൊക്കെ തിരുമ്പിയിട്ടിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ. അല്ലെങ്കിൽ കുളിച്ച് വന്നിട്ട് തിരുമ്പൽ നടക്കൂല. മഴ ചാറുണ്ട്, ഞാൻ മുഴുവനായിട്ട് നനയും. നേരെ പുഴയിൽ പോയിട്ട് തന്നെ തിരുമ്പണം. എനിക്ക് വീട്ടിൽ നിന്ന് നല്ല മഴയൊക്കെ ആണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് തിരുമ്പലുള്ളൂ. അല്ലെങ്കിൽ പുഴയിൽ പോയിട്ട് തന്നെ ഉണ്ടോ തിരുമ്പൽ. നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് നമ്മളെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ഇടുക കേട്ടോ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ. അത് കുളിക്കാൻ ഞാൻ ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ എണ്ണ തേക്കലുള്ളൂ. അതുകൊണ്ട് തേക്കുമ്പോൾ നന്നായിട്ട് തേക്കും കേട്ടോ. മഴ അത്യാവശ്യം നന്നായിട്ട് ചാറുന്നുണ്ട്. അതിതാ അലക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. കുട്ടികളത് പോയിട്ട് കയ്യോടെ അലക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അന്നേരം അത് ഇത്തിരി മഴച്ചാറ്റിലാണെങ്കിൽ വേഗം പോയിട്ട് ഇങ്ങോട്ട് വേഗം തിരുമ്പിയിട്ട് വരാം കേട്ടോ. അന്നേരം കുട്ടികളത് പോയി തിരുമ്പണം. അന്നേരം പൊന്നൂസാണ് വീഡിയോ എടുത്ത് തരുന്നത്. അന്നേരം അവളോട് എന്തോ വർത്താനം പറയുന്നതാണ് കേട്ടോ അത്. അങ്ങനെ നേരെ അത് അലക്കാൻ വേണ്ടി പോവാണ്. അലക്കാൻ പോകണ വീഡിയോ എടുത്തിട്ടുള്ളൂ, അലക്കണ വീഡിയോസ് ഒന്നും എടുത്തില്ല. എപ്പോഴും തന്നെയല്ലേ എടുക്കണേ, അതുകൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നേരെ അലക്കൽ കഴിഞ്ഞ് നേരെ ഞാൻ കുളിക്കാൻ പോയിട്ടോ. നനഞ്ഞിട്ടുണ്ടായിരുന്നു, മഴച്ചാറ്റലുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളിയൊക്കെ കഴിഞ്ഞ് കറക്റ്റ് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ കുഞ്ഞാപ്പ് എണീറ്റ് എന്തോ സ്വപ്നത്തിൽ നിന്ന് എണീക്കുമ്പോൾ അമ്മ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എണീറ്റ് വരും, എന്തോ സ്വപ്നം കണ്ടതുകൊണ്ട് ഞാൻ എവിടെയോ പോകുന്നത്. ഇതാ കുളിച്ച് വന്ന് കഴിഞ്ഞാൽ ഇതാ ചെറിയൊരു മേക്കപ്പ്, വലിയ കാര്യമായിട്ടൊന്നുമുള്ള മേക്കപ്പ് ഇല്ല. ചെറിയൊരു ക്രീം ഇടും, എൻ്റെ കുങ്കുമം വയ്ക്കും, ഒരു ചന്ദനം വയ്ക്കും, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല. അത്ര മാത്രം എന്നും ചെയ്തത് ശീലമായിപ്പോയി. എത്ര തിരക്കാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു പരിപാടി ചെയ്യാതിരിക്കില്ല കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ മഴച്ചാറ്റിലും കൂടെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. കുഞ്ഞാപ്പ് കുട്ടി അന്നേരത്തേക്ക് നല്ല ഷാഡിയം പിടിച്ചു കേട്ടോ. തലമുടിയൊക്കെ മുറിക്കാനായിട്ടുണ്ട്. ആകെ മുഖമൊക്കെ എന്തൊക്കെയോ ആയിട്ടുണ്ട് കേട്ടോ. ഉറക്കത്തിൽ ആ ഷാഡിയം മാറുന്നില്ല. ഉറക്കം ശരിയാവാതെ എണീറ്റിട്ട് പിന്നെ കുറേ നേരം അങ്ങനെ ഷാഡിയം പിടിച്ചു. പിന്നെ ചായയൊക്കെ വെച്ച് കൊടുത്തു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് സോൾവ് ആയി കിട്ടിയ. പൊന്നൂസ് ഫോണും കൂടെ പിടിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കേട്ടോ. പിന്നെ കുട്ടികളുടെ വൈകുന്നേരം ചായക്ക് അടിക്ക് വേണ്ടിയിട്ട് പഴം വാട്ടുന്നുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം അങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങ് വാട്ടിയെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ചായ കുടിക്കുമ്പോൾ കറണ്ട് ഉണ്ടായിട്ടില്ല കേട്ടോ, വീഡിയോ എടുക്കുക. അതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കാത്തത്. പിന്നെ ഇത് അരി അരക്കാൻ കേട്ടോ പിറ്റേ ദിവസത്തേക്കുള്ള. അപ്പോൾ തന്നെ 5-5:30 മണിയായിട്ടുണ്ട്. അന്നേരത്തേക്ക് നല്ലോണം ഇരുട് മൂടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഇടിയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു.
അത്തേക്കും ശ്യാമേട്ടനും വന്നിട്ടുണ്ട്. അന്നേരം അരിയൊക്കെ അരച്ച് വെക്കുന്നുണ്ട്. രാവിലെ അപ്പം ചൂടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അരിയും തേങ്ങയും ചെറിയ ജീരകം ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടെ അരക്കുന്നുണ്ട് കേട്ടോ. ചോറും കൂടെ കൂട്ടിയിട്ട് അരക്കുന്നുണ്ട്. അത് അരച്ച് ലേശം ഉപ്പിട്ടിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് വെക്കൂട്ടോ. എല്ലാവരും രാവിലെയാണ് ഉപ്പിടുന്ന കാണല്. ഞാൻ രാത്രി തന്നെ എന്ത് മാവാണ് ഞാൻ ഉപ്പിട്ട് വെക്കും കേട്ടോ. എനിക്കിതുവരെ അങ്ങനെ ഒരു കുഴപ്പം തോന്നിയിട്ടില്ല. അതിൽ ഉപ്പിട്ട് അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അതും കൂടെ അവിടെ അരച്ച് വെക്കുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 6 മണിയൊക്കെ ആയി. വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് തോന്നുന്നു കേട്ടോ ഞാൻ അരി അരക്കാൻ നിന്നത്. അങ്ങനെ തോന്നുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് വന്നതായിരിക്കണം. അതിന് ശേഷമാണോ അതിന് മുമ്പാണോ എന്നില്ല. അതിന് ശേഷമാണോ അരി അരച്ചിട്ടാണ് കേട്ടോ വിളക്ക് കത്തിക്കാൻ നിന്നത് എന്ന്. പൊന്നൂസാണ് വിളക്കൊക്കെ കത്തിച്ചത്. ഒരിടക്ക് കുട്ടികൾ കത്തിക്കും, ഇടയ്ക്ക് ഞാൻ കത്തിക്കും. അങ്ങനെയൊക്കെ അങ്ങോട്ട് കത്തിക്കും വൈകുന്നേരം വിളക്ക്. അതായത് അരി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ മാവ്. എന്നാലേ നല്ലോണം പെട്ടെന്ന് പൊന്തി വരുള്ളൂ. എനിക്ക് ഈ പാത്രത്തിൽ കലക്കി വെക്കുമ്പോൾ എന്താ പറയുക പ്രശ്നം, ചിലപ്പോൾ നിറഞ്ഞു വരും. അല്ലെങ്കിൽ വലിയ പാത്രമാണല്ലോ, അത് മീഡിയം സൈസ് പാത്രം ഇല്ല കേട്ടോ. ഇതന്നെ ഇതാ വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അന്നേരം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അന്നേരം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബായ്.